നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസത്തെ കഥകളാണ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന അലീനയെ കാണാനായിട്ട് രോഹിത്ത് കൊളുത്തൂപ്പുഴ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം കിടക്കാൻ ഒരുങ്ങണ സമയത്ത് അലീന രോഹത്തിന്റെ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും രോഹത്തി ചോദിച്ചു, അലീന ചേച്ചി ഇത് എവിടെ ആയിരുന്നു? ഞാൻ എത്ര സമയമായി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. അതെ, ഞാനേ പപ്പയുടെ മുറി വരെ പോയത് ഒരു ഗുഡ് നൈറ്റ് പറയാനായിട്ട്. അതെന്താ ഇത്ര താമസിച്ചതാ? അതോ, ചെന്ന് കഴിഞ്ഞപ്പോ പപ്പായ്ക്കൊരു കിറിവ്, അപ്പൊ അത് മാറ്റിയിട്ട് വേണ്ടേ വരാനായിട്ട്. ഇപ്പം മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ അലീന അവന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പത്തേനും രോഹത്തി ചോദിച്ചു, അലീന ചേച്ചി, ഞാൻ അലീന ചേച്ചിയുടെ മടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ? കാരണം അവനറിയാം തന്റെ സ്വന്തം ചോരയാണ് ഇതെന്നുള്ള കാര്യം ഇപ്പം. അപ്പൊ അവളോട് കൂടുതൽ സ്നേഹമാണ് ഇപ്പൊ രോഹത്തിന്. താൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഒരിക്കലും പരിഹാരം ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നലൊക്കെ അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അലീനെ ചേർത്ത് പിടിക്കണമെന്നുണ്ട്. കാരണം തന്റെ സ്വന്തം ചേച്ചിയാണ്, താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതിനെന്താന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്ത് അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുകയാണ്. ആ സമയത്ത് രോഹിത്തിന് എന്തോ വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി തൻ്റെ ചേച്ചിയുടെ മടിയിൽ കിടന്നു കഴിയുമ്പോൾ. പിന്നീട് രോഹിത്ത് ചോദിച്ചു, അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഓർഫനേജ് ചേച്ചിക്ക് വലിയ കഷ്ടപ്പാടൊക്കെ ആയിരുന്നോ? രോഹിത്തിന് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. താനും തൻ്റെ അനുജത്തിമാരും ഒക്കെ കടപ്പാട്ട് വീട്ടില് സുഖസമൃദ്ധിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ചേച്ചി ഒന്നുമില്ലാതെ ഓർഫനേജ് കഴിയുമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ആകാംക്ഷയായിരുന്നു. കാരണം അന്നത്തെ രാത്രി രോഹത്തിന് ഉറക്കം വരില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ പോണം കടപ്പാട്ടൂർക്ക്. അപ്പൊ ഇന്നിട്ട് രാത്രിയുള്ളൂ. അപ്പൊ ചേച്ചിയോട് വർത്താനം പറഞ്ഞിരിക്കാനായിട്ടാണ് രോഹത്തിന്റെ തീരുമാനം. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അലീന വെച്ചു, വലിയ കഷ്ടപ്പാടാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. തിരിഞ്ഞു നോക്കും വലിയ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുഞ്ഞുനാളിലെ മുതല് സ്വന്തം വീടാന്ന് കരുതിയല്ലേ വന്ന് പോന്നിരുന്നേ. ബ്രിജിത്താമ്മയും പറയും ഇതാണ് വീടെന്ന്. പിന്നീടാണ് മനസ്സിലായത് അത് അനാഥയുടെ വീടാന്ന്. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ സമയത്ത് ബാക്കി കുട്ടികളൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കൈ പിടിച്ചു വരുമ്പോൾ നമുക്ക് കൈ പിടിച്ചു പോകാനായിട്ട് അങ്ങനെ ആരുമില്ലല്ലോ. ബ്രിജിത്താമ്മി ആ സമയത്തൊക്കെ നമ്മളെ സമാധാനിപ്പിക്കും. സഹോദരന്മാരോടൊപ്പം കളിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ വിഷമം വരുമ്പോൾ ബ്രിജിത്താമ്മി പറയും, അതിനല്ലേ ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടല്ലോ, എല്ലാം നിന്റെ സഹോദരന്മാരെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷ സമാധാനമൊക്കെ തോന്നുമായിരുന്നു. എന്നാലും എവിടെയോ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങലുണ്ടാവും ഇടയ്ക്ക്. അനാഥയാണല്ലോ എന്നൊരു ചിന്ത. കാരണം തീരെ കുഞ്ഞായ സമയത്ത് അതിനെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് ആ വാക്കിന്റെ വില എന്തെന്ന് അറിയണേ. അച്ഛന്റെ അമ്മയുടെ വില എന്തെന്ന് അറിയുന്നേ. എന്തൊരു കൊതിയായിരുന്നറിയാം ഒന്നൊക്കെ. സ്വന്തം അച്ഛനും അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കവേ രോഹിത്തിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പി. രോഹിത്തിന് അങ്ങോട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം താൻ ഇതുവരെയായിട്ട് അതുപോലത്തെ ഒരു സങ്കടം അനുഭവിച്ചിട്ടില്ല. തനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്, അവരുടെ കീഴിലാണ്. പക്ഷെ അലീന ചേച്ചി എത്രമാത്രം സങ്കടം അനുഭവിച്ചു. സ്വന്തം അമ്മയും അച്ഛനും ഉണ്ടായിട്ടാണ് ഒരു അനാഥയെ പോലെ 23 വർഷക്കാലം അനാഥാലയത്തിൽ ജീവിക്കേണ്ടി വന്നേ. എന്നിട്ടും അലീന ചേച്ചിക്ക് ഒരു പരാതിയില്ല, പരിഭവമില്ല. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, അനാഥാലയത്തിലെ കാര്യങ്ങൾ അറിയാലോ, നല്ല ഉടുപ്പില്ല, നല്ല ഫുഡും കാര്യങ്ങളൊന്നുമില്ല, പുറത്ത് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ആരുമില്ല, ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും എങ്ങനെയായിരിക്കും എന്നറിയാവോ? ദൈവമേ, ഇന്നെവിടെയെങ്കിലും കല്യാണം കാണണം. അങ്ങനെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് ഫുഡെല്ലാം കൊണ്ടുത്തരും, മിച്ചം വരുന്ന ഫുഡൊക്കെ കൊണ്ടുത്തരും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കും. അങ്ങനെ കുറച്ച് ഫുഡും മിച്ചം വരണേ, ഒരുപാട് ചോറും കറികളും ഒക്കെ മിച്ചം വരണേ എന്നൊക്കെ ആയിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അന്നത്തെ ദിവസം കഴിയാൻ പറ്റുള്ളൂ. ചിലപ്പം പിറ്റേ ദിവസത്തേന് എന്തെങ്കിലും ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. കാപ്പിയുണ്ടോ ചോറുണ്ടോ? കാരണം അങ്ങനെയായിരിക്കും. കുറേ കുട്ടികളുള്ളതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഫുഡിന്റെ കാര്യത്തിലൊക്കെ. ആരെങ്കിലും കൊണ്ടേ കൊടുത്താലല്ലേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സമയത്ത് അലീനയുടെ കാൽമുട്ടിന് മീതെ ഒരു നനവ് അനുഭവപ്പെട്ടു. അലീനയ്ക്ക് മനസ്സിലായി രോഹിത്ത് കരയുവന്ന്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ നിർത്തി, ഇനി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല ചേച്ചി പറഞ്ഞു. ആഹാ, നീ കരയുവാണല്ലേ? അത് പിന്നെ ചേച്ചി സങ്കടം കൊണ്ട്. അല്ല, ഇനി ഞാൻ പറയുന്നില്ല, വെറുതെ കരയാൻ വേണ്ട, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ചേച്ചി നിർത്തല്ലേ ചേച്ചി, എനിക്കെല്ലാം അറിയണം. ചേച്ചി അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും എല്ലാം അറിയണം. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഫലം ഞങ്ങളും കൂടെ അനുഭവിക്കുമായിരിക്കില്ലേ? എന്തിന്? എൻ്റെ അമ്മ ചെയ്ത തെറ്റിന്റെ ഫലം ഞങ്ങളും കൂടെ അനുഭവിക്കുമായിരിക്കില്ലേ? അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്കും കണ്ണു നിറഞ്ഞു വന്നു. അല്ല ചേച്ചി,
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നോ എൻ്റെ അമ്മ ചേച്ചിയുടെ അമ്മയാന്നുള്ള കാര്യം? ഏയ് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ബ്രിജിത്ത മമ്മി ആ, മരിക്കുന്നതിന് മുമ്പാണ് എന്നോട് ആ കാര്യങ്ങളൊക്കെ പറയണേ. നിന്നെ ഞാൻ നിന്റെ സ്വന്തം വീട്ടിലേക്കാണ് പറഞ്ഞയക്കാൻ പോകുന്നത്. നിന്റെ അമ്മ എവിടെയുണ്ട്? പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് നിന്റെ അമ്മയെ കാണാൻ സംസാരിക്കാം, പക്ഷെ ഒരിക്കൽ പോലും നീ അവരുടെ മകളാന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾക്കിടയിൽ ഒരു ചില്ലുഭിത്തി ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണമെന്ന് പറഞ്ഞു. എന്നിട്ടോ, എന്നിട്ട് എന്താവാനാ? ബ്രജിത്ത അമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അല്ല, ആ, ചേച്ചിക്ക് ഞങ്ങളെ കണ്ടപ്പോ എങ്ങനെയായിരുന്നു? അതെ, കൃഷ്ണമോള് പണ്ട് തൊട്ട് എന്നോട് ഒരു അടുപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നിങ്ങളുടെ കാര്യം, നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അനുജനും അനുജത്തിയാണല്ലോ. എനിക്ക് വേറൊന്നും വേണ്ടായിരുന്നു. നിങ്ങളൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ മതി, നിങ്ങളുടെ ഒരു നോട്ടം മതി, എന്ത് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാനും ഞാൻ ഒരുക്കുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിങ്ങളെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് പറഞ്ഞു, എന്നിട്ട് ചേച്ചി എന്തുകൊണ്ടാണ് ഇത്രയും കാലം മറച്ചു വെച്ചേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബ്രജിത്ത മമ്മിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും എനിക്ക് ഭേദിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിലും അമ്മയുടെ സ്വഭാവം അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അച്ഛൻ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതിങ്ങനെ മറച്ചു വെച്ചതിനെ മുന്നോട്ട് പോകാനായിരുന്നു എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു. രോഹിത്തിനാണെങ്കിൽ നല്ല വിഷമമാകുന്നുണ്ടായിരുന്നു. പിന്നീട് രോഹിത് ചോദിച്ചു, ചേച്ചിക്ക് എന്നോട് ദേഷ്യമില്ലേ? എന്തിനാ എന്തിനാ ദേഷ്യം? അല്ല, ചേച്ചിയോട് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചല്ലേ? എനിക്കൊരു ദേഷ്യമില്ലെന്ന് പറഞ്ഞു. നീ എൻ്റെ അനുജനല്ലേ, അപ്പൊ എനിക്ക് നിന്നോട് ഇഷ്ടക്കൂടുതൽ മാത്രമേ ഉള്ളൂ. അത് കേട്ടുകഴിഞ്ഞപ്പോൾ രോഗത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു. ചേച്ചി, ഞാൻ ചേച്ചിനെ പഴയതെക്കാളും കൂടുതൽ ഇരട്ടിയായിട്ട് സ്നേഹിച്ചോളാട്ടോ. എനിക്കും ചേച്ചി തിരികെ സ്നേഹം മാത്രം തന്നാ മതി എന്ന് പറഞ്ഞു. അതെ, ഇനി നിനക്ക് ഉറങ്ങണ്ടേ? വേണ്ട, എനിക്ക് ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. എന്ത്? അല്ല, ചേച്ചി താമസിച്ചോണ്ടിരുന്ന ഓർഫനേജിൽ എന്നെ ഒരു ദിവസം കൊണ്ടുപോകാവോന്ന് ചോദിച്ചു. സ്നേഹനികേതനത്തിലോ? അതെ. ആ ഓർഫനേജൊക്കെ അന്യാധീനപ്പെട്ടു പോയില്ലേ? അതെന്താ? ആദ്യം ആ ഓർഫനേജ് നടത്തിയിരുന്നേ ബ്രജിത്ത അമ്മയമ്മയുടെ സ്വന്തം കെട്ടിടത്തിലായിരുന്നു. പിന്നീട് ചില കാരണങ്ങൾ അതിൽ വിൽക്കേണ്ടതായിട്ട് വന്നു. വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. ഇപ്പൊ ആ കെട്ടിടങ്ങളൊക്കെ മാത്രം അവിടെ കാണുള്ളൂ. അതുണ്ടോന്ന് പോലും ആർക്കറിയാം. ചേച്ചി, ഒരു കാര്യം ചെയ്താലോ? നമുക്കത് വില കൊടുത്ത് വാങ്ങിയാലോ? വില കൊടുത്ത് വാങ്ങാനോ? അതേന്നെ, അതുണ്ടെങ്കിൽ ചേച്ചി താമസിച്ച ആ കെട്ടിടവും കാര്യങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ലക്ഷങ്ങൾ വേണ്ടി വരും. എനിക്കതൊന്നും പ്രശ്നമല്ല. അതെ, ഞാൻ കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പൈസയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അത് നമുക്ക് വിലയ്ക്ക് വാങ്ങാം. എടാ മോനെ, ഇപ്പൊ നീ ഇതൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നിനക്ക് കുട്ടികളും പ്രാരാബ്ദവും ഒക്കെ ആയി കഴിയുമ്പോൾ നിനക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞു പോകും. ഈ കാര്യങ്ങളൊക്കെ നീ മറന്നു പോകും. ഇല്ലേ ചേച്ചി, അതങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. അതൊക്കെ ഇപ്പൊ നീ പറയുന്നല്ലേ, അതിന്റെ ആവശ്യമില്ല. നീ എന്നെ ഒരു ചേച്ചിയായിട്ട് കണ്ട് എനിക്ക് തരണ്ട അല്പ സ്നേഹം തന്നാൽ മാത്രം മതി. എനിക്ക് വേണ്ടി വേറൊന്നും നീ തരണ്ട. ഒരു പെങ്ങളെന്നുള്ള പരിഗണന മാത്രം തന്നാൽ മതി. എന്നാലും ചേച്ചി വേണ്ടടാ മോനെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവധി കുടിച്ചാൻ അങ്ങോട്ട് വരുന്നത്. അതെ, ഈ ഫോൺ അവിടെ കിടന്ന് കുറേ സമയം അടിക്കണം എന്ന് പറഞ്ഞു. അയ്യോ, പെട്ടെന്ന് അല്ലീന് പോയി ഫോൺ വാങ്ങി. അല്ല, കിടന്നുറങ്ങുന്നില്ലേ കൊച്ചേ? ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറഞ്ഞു. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തിട്ട് അവധി കുടിച്ചാൻ അങ്ങോട്ടേക്ക് പോയി. അലീന ഫോണിലെ നമ്പർ നോക്കി. രേവതിക്കുട്ടിയാണ് വിളിക്കുന്നത്. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രേവതിക്കുട്ടി ചോദിച്ചു, എന്താ മാമച്ചന്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ സ്റ്റാലിയുടെ വീട്ടിലുള്ളവർക്ക് ഫോൺ എടുക്കാൻ ഇത്ര മടി? അതെ പൊന്നു മോളെ, ഞാനുള്ളിടത്ത് ഫോണില്ലായിരുന്നു പറഞ്ഞു. ഫോണുള്ളിടത്ത് ഞാനില്ലാന്ന് പറയുന്നല്ലേ ഇത്രയോട് ശരി. എങ്കിൽ ശരി, സമ്മതിച്ചു. അല്ല, എന്താ കോൾ എടുക്കാത്തെന്ന് ചോദിച്ചു. അത് പിന്നെ ഇച്ചിരി തിരക്കില്ലായിരുന്നു പറഞ്ഞു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഈയിടെയായിട്ട് വിളിയും പറിച്ചിലൊന്നുമില്ല. ഓ, വലിയ ഗമയായിരിക്കില്ലേ, സ്വന്തക്കാരെ കുറെ ആൾക്കാരെ കിട്ടിയില്ലോ, അപ്പൊ അതിന്റെ ഒരു ഗമ കാണും. അയ്യോ, അങ്ങനൊന്നും ഇല്ല. ഞാൻ മിനിഞ്ഞാന്നല്ലേ നിന്നെ വിളിച്ചേ പുനരുന്ന് വന്നു കഴിഞ്ഞപ്പോ? അത് മിനിഞ്ഞാന്നല്ലേ, അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാനല്ലേ സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ പറയണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അലീന പറഞ്ഞു, അതിന് വിളിക്കാൻ സമയം കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഇവിടെ എങ്ങനെ കഴിയണേന്ന് അലീന ചേച്ചി അന്വേഷിച്ചോ? പട്ടിണിയും പരിവട്ടമാണെന്ന് വല്ലതും അന്വേഷിച്ചോന്ന് ചോദിച്ചു. കഞ്ഞി കുടിക്കുന്നുണ്ടോ? കുടിച്ചില്ലയോ? ഓ, നിനക്ക് അവിടെ വലിയ പട്ടിണിയും പരിവട്ടമാണെന്ന് എനിക്കറിയാലോ, അതുകൊണ്ടാ വിളിക്കാതിരുന്നേ. ഇനിയിപ്പം ഞാൻ വിളിച്ചു കഴിയുമ്പോൾ നിന്റെ വിശപ്പ് ഇത്തിരി കൂടിയാലെന്ന് കരുതിയിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്കുട്ടിക്ക് ചിരി വന്നു. രേവതിക്കുട്ടി ചിരിക്കുന്നത് ഫോണിൽ കൂടെ അലീനയ്ക്ക് കേൾക്കായിരുന്നു. രേവതിക്കുട്ടി പറഞ്ഞു, ഒരു കാര്യം മറക്കരുത്, ഈ പറയുന്ന ബന്ധുക്കാരെയൊക്കെ ഉണ്ടാക്കുന്നത് ഞാനെന്ന്. നീയോ? അതെങ്ങനെ? അല്ല, ഞാനല്ലേ ഷെറിൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞേ, അതുകൊണ്ടല്ലേ കൊട്ടാരമരത്തെ വീട്ടിലേക്ക് പോയത്. അവിടെ ഷെറിൻ ചേച്ചീനെ അവരെ എല്ലാം കണ്ടതും പരിചയപ്പെട്ടതും അവരൊക്കെ ആയിട്ട് വലിയ കൂട്ടായതും അത് മറന്നു പോരുത്. വന്ന വഴി മറക്കരുത്. അത് കേട്ടപ്പോ അലീന പറഞ്ഞു, അമ്പടി കള്ളി, അപ്പൊ നീ കണക്ക് പറയല്ലേന്ന് വെച്ചു. കണക്ക് പറഞ്ഞല്ല, ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എങ്കിൽ ശരി, സമ്മതിച്ചു. നിന്റെ മുന്നേ സുല്ലിട്ടിരിക്കുന്നു.
അല്ലേലും നിന്റെ വാക്ചാതുര്യത്തിന് മുന്നില് എന്നെ കൊണ്ട് പിടിച്ചു വയ്ക്കാനൊന്നും കഴിയില്ല. ഞാനൊരു പാവം പെണ്ണാണേന്ന് പറഞ്ഞു. പിന്നെ പാവം. ഉം, ഇപ്പൊ വലിയ കോടീശ്വരിയാണല്ലോ, കേണൽ സാബിന്റെ മോളാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനൊന്നുമില്ല. പിന്നെ അതിൻ്റെതായ ഒരു ജാട ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പോടിയാടെന്നൊക്കെ പറഞ്ഞോണ്ട് അലീന സംസാരിക്കുക. അപ്പൊ ഇതെല്ലാം രോഹിത് കേട്ടോണ്ടിരിക്കുക. രോഹിത്തിന് ഭയങ്കര സന്തോഷം തോന്നി അവരുടെ ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ. സ്വന്തം ചേച്ചി അനുജത്തി അല്ലെങ്കിലും അതിനേക്കാൾ ഉപരി കൂടപ്പിറപ്പിനേക്കാളും കൂടുതലുള്ള ഒരു സ്നേഹബന്ധമാണ് അവർ തമ്മിലുള്ള, രക്തബന്ധത്തിനേക്കാളും കൂടുതലുള്ള. അത് രോഗത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.